എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സ്വരാജ് ഇന്നലെ വാർത്താസമ്മേളനത്തിൽ പോത്തുകല്ലിലെ പ്രളയം നടന്ന 2019 സ്വരാജിനെ അവിടെ കണ്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സ്വരാജിൻ്റെ ഞാനും ഒരു കൊടയൂടി പോകുന്നൊരു ഫോട്ടോ വിട്ടിട്ട് വലിയ ചർച്ചയാണ്. എന്താ അടിസ്ഥാനം? സ്വരാജ് ആ പഞ്ചായത്തുകാരനാണ്. അവിടെ നടന്ന ഇടപാടുകളിൽ നടത്തിയ പ്രവർത്തനങ്ങളിൽ ഒരു മാസത്തോളം കല്ലിമുണ്ടും കൊടുത്ത് തലയിലൊരു തോർത്തുമുണ്ടും കെട്ടി ആ ജനങ്ങളോടൊപ്പം നിന്നോനെ ഞാൻ. അങ്ങനെ ഒരു ഒറ്റ ഫോട്ടോകളൊന്ന് അദ്ദേഹം സാധാരണ ഉണ്ടാകുന്ന ഏതപ്പോൾ ഞാനിരിക്കുന്ന നല്ല വെടിപ്പാക്കിയ ഡ്രസ്സിൽ ഇത് ആരംഭിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഒന്ന് ചില സ്ഥലങ്ങളിൽ പോയി ഒന്ന് ഫോട്ടോ എടുത്ത് വിട്ടു. അതാണോ ഇടപെടൽ? അങ്ങനെയാണോ ആ പറഞ്ഞ വിഷയത്തെ കാണേണ്ടത്? അപ്പോൾ ഒരു വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു കാര്യത്തിലും ഇടപെട്ടിട്ടില്ല. ഇപ്പം ഞാൻ ഈ പറയുന്ന കാശ്മീരിൻ്റെ കാര്യത്തിൽ ഭീകരാക്രമണം ഈ നാട്ടിൽ നടന്നപ്പോൾ എന്ത് സ്റ്റേറ്റ്മെൻറ്റാണ് കൊടുത്തത്? സിന്ദൂർ ഓപ്പറേഷനെതിരെ പറഞ്ഞവനല്ലേ? എന്താണ്? ഒരു മുടക്കുമില്ല. അവിടെ പാവപ്പെട്ട മുസ്ലിങ്ങളെ ആക്രമിക്കപ്പെടുകയാണെന്നുള്ള കള്ള നരേഷൻ ഉണ്ടാക്കുക. ഈ രാജ്യത്തെ ഭീകര വർഗീയവാദികൾ ഒരു രാജ്യത്ത് കടന്ന് ആക്രമിച്ചിട്ട് അതിനെ തിരിച്ചടിക്കാൻ ഈ ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനത്തിൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും പിന്തുണ കൊടുത്തപ്പോൾ സ്വരാജും പിണറായിയും അവിടെ എന്തെങ്കിലും മുസ്ലിങ്ങളുടെ പേര് പറഞ്ഞ് മുസ്ലിങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കുക. അതാണോ ഒരു രീതി? ഇനി അതുപോട്ടെ, അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലാണല്ലോ മലപ്പുറം. ഞാൻ ഈ പറയപ്പെട്ട ന്യൂനപക്ഷ ആക്രമണങ്ങൾക്ക് എതിരായി പോലീസിനെതിരെ എവിടെയെങ്കിലും ഒന്ന് ശബ്ദം ഉയർത്തുക? എവിടെയെങ്കിലും? ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്തും സ്വരാജും തമ്മിൽ എന്താ വ്യത്യാസം? സ്വരാജ് മുന്നണി പോരാളി പിണറായിക്ക് വേണ്ടിയിട്ട്, ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്ത് പിന്നണി പോരാളി. ഒരു സ്റ്റേറ്റ്മെൻറ്റ് പിണറായിസത്തിനെതിരെ ആര്യാടൻ ഷൗക്കത്ത് തൊള്ള തുറന്ന് പറഞ്ഞത് നിലമ്പൂരിലെ വോട്ടർമാർക്ക് കാണിച്ചു തരാൻ പറ്റുമോ? പിണറായിസത്തിനെതിരെയുള്ള സ്ഥാനാർത്ഥിയാണല്ലോ. ഒരു സ്ഥാനാർത്ഥി പിണറായിസത്തിൻ്റെ വാഴ്ത്തുപാട്ടുകാരൻ, രണ്ടാമത്തെ സ്ഥാനാർത്ഥി പിന്നണി പ്രവർത്തകൻ പിണറായിസത്തിൻ്റെ. അവരുമായിട്ടുള്ള യോജിച്ച പോക്ക് എത്ര കാലമായി? ഈ മനുഷ്യരെ മുഴുവൻ, ഈ തൊഴിലാളികളെ മുഴുവൻ ഇവിടെ പിഴിയുമ്പോൾ, ഈ മണൽ തൊഴിലാളികളെ മോട്ടോർ സൈക്കിളിൽ 3 ആൾ പോകുമ്പോൾ പിഴയിടുമ്പോൾ ഈ പോലീസിൻ്റെ അതിക്രമത്തിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത് കാണിച്ചു തരാൻ പറ്റുമോ? വി.ഡി. സതീശന് ഈ പറയുന്ന ഷൗക്കത്തിൽ നിന്ന് നിങ്ങൾ ആരെയാണ് നിർത്തിയത്? എവിടെയാണ് പിണറായിസത്തെ ആര്യാടൻ ഷൗക്കത്ത് എതിർത്തിട്ടുള്ളത്? ഏതെങ്കിലും ഒരു മേഖലയിൽ കാണാൻ പറ്റുമോ? ഇപ്പോൾ ഇതാ വിസ്ഡം സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ മീറ്റിംഗ് കഴിഞ്ഞ 13-ാം തീയതിയോ 15-ാം തീയതിയോ പെരിന്തൽമണ്ണയിൽ നടത്തിയപ്പോൾ പോലീസിലെ RSS പോയി നടത്തിയ ആക്രോശം കേരളത്തിലെ ജനങ്ങൾ കണ്ടതാ. എല്ലാവരും പ്രതികരിച്ചു. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടമാണ് അതിനെതിരെ സ്റ്റേറ്റ്മെൻ്റ് ഇട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നിഷ്പക്ഷമായ നിലപാടാണ്, അദ്ദേഹത്തിൻ്റെ മതേതര നിലപാടാണ് അദ്ദേഹത്തെ ഈ പറയുന്ന പാലക്കാടൊക്കെ 17,000-ലേക്ക് എത്തിയത്. ഈ വി.ഡി. സതീശൻ്റെ മൂക്കിൻ്റെ ചോട്ടിലല്ലേ, സോറി, ഈ പറയുന്ന ആര്യാടൻ്റെ മൂക്കിൻ്റെ ചോട്ടിലല്ലേ ആര്യാടൻ ഷൗക്കത്ത് ഒന്ന് പ്രതികരിച്ചോ? സൂട്ടറെ ഒരു വട്ടം പ്രതികരിച്ചോ? പ്രതികരിക്കൂല. വെള്ളാപ്പള്ളി നടേശൻ സാറ് നിലമ്പൂരിൽ വന്നിട്ടാണ് പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ ശ്വാസം വിട്ടാണ്. SNDPയുടെ ബഹുമാന്യ ജനറൽ സെക്രട്ടറി. ഈ മലപ്പുറം ജില്ലയിലെ ഹൈന്ദവരായിട്ടുള്ള സകലമാന ആളുകളും അതിനെ എതിർത്തു. ഞങ്ങൾ നല്ല ശുദ്ധവായു ശ്വസിച്ച് ഞങ്ങളുടെ അയൽവാസികൾ മുസൽമാനാണ് എന്ന് മനസ്സിലാക്കി സമാധാനത്തോടു കൂടി കിടന്നുറങ്ങുകയാണ് എന്ന് അദ്ദേഹം ഉയർത്തിയ ആ വാദത്തെ ഗണ്ണിച്ചത് ഇവിടുത്തെ ഹൈന്ദവ സമുദായമാണ്. എന്തേ ആര്യാടൻ ഷൗക്കത്ത് ആ നിലമ്പൂരിൽ അവൻ്റെ വീട്ടിൻ്റെ മുന്നിലൂടെയാണല്ലോ അദ്ദേഹം പോയതും വന്നതും? മിണ്ടിയോ? എവിടെയാണ് നിലപാട്? എന്തിനോടാണ് നിലപാട്? നിലമ്പൂരിലെ ജനങ്ങളോട് ഉത്തരം പറയണം. ഉത്തരം പറയാൻ കഴിയില്ല. CPM-ഉമായിട്ട് ചർച്ച നടത്തിയെന്ന് ഞാൻ പറഞ്ഞു. അതല്ലേ വലിയ ഇതായി വന്നത്. എത്ര ചർച്ചകൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കല്ലേ? എന്തിനേറെ പറയുന്നു, മണിപ്പൂരിൽ നമ്മുടെ സഹോദരങ്ങളെ വെട്ടി 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 കൊന്നു മൂലക്കലാക്കുമ്പോൾ, പച്ച മനുഷ്യനെ കത്തിക്കുമ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് നിങ്ങൾ കേട്ടോ,
മുഴുവൻ ജനസമുദായത്തെയും സാമൂഹിക നേതാക്കളെയും മത നേതാക്കളെയും രാഷ്ട്രീയക്കാരെയും വിളിച്ച് കേരളത്തിൽ ആദ്യമായിട്ട് അതിനെതിരെ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തത് പി വി അൻവറാണ്. അതിലേക്ക് വന്നിട്ടില്ല. മൂപ്പര് വേറെ പോയി നടത്തി കുറേ ദിവസം കഴിഞ്ഞിട്ട്. അന്ന് CPM -ഓ LDF -ഓ തീരുമാനമെടുത്തിട്ടില്ല കേരളത്തിലൊട്ടാകെ പ്രതിഷേധം നടത്താൻ. അതിനും വന്നിട്ടില്ല. അപ്പോൾ ആരോടാണ്? മനുഷ്യരോട് കടപ്പാടുണ്ടോ? മനുഷ്യ ജീവികളോട് കടപ്പാടുണ്ടോ? അപ്പോൾ ഒരാൾ പിണറായിസത്തിൻ്റെ ഏറ്റവും വലിയ വക്താവ് മതത്തെ നിന്ദിക്കും, എന്തും ചെയ്യും. എന്താ കാരണം? VS പിണറായി പ്രശ്നങ്ങളുണ്ടായത് നിങ്ങളെ കയ്യിലൊക്കെ എൻ്റെ വീഡിയോസ് ഉണ്ടല്ലോ. കൊറിയയിലെ മറ്റേ നേതാവ് ചെയ്തതുപോലെ ഏതൊരു ഉന്നുണ്ടല്ലോ, VS-നെ വെട്ടി പട്ടിക്കിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞോനാ ഈ പറയുന്ന സ്വരാജ്. എന്തിനു വേണ്ടിയാ? സ്വരാജിന് അങ്ങനെ അഭിപ്രായമൊന്നും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഈ പിണറായിയെ സന്തോഷിപ്പിക്കാൻ. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ കയറി 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 ഇവിടെ എത്തിയത്. അത് നിലമ്പൂരിലെ ആ VS-നെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് പാവപ്പെട്ട സഖാക്കൾ അവിടെ ഉണ്ട്. ആ വന്ധ്യവയോധികനായ മനുഷ്യൻ അന്നും അദ്ദേഹം പോരാടി. എന്തിനാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉള്ളിലെ പിണറായി വിജയൻ അടക്കമുള്ള മുതലാളിത്ത ചായ്വിനെതിരെ അദ്ദേഹം നടത്തിയ പോരാട്ടമാണ്. ആ പോരാടിയ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായ VS-നെ വെട്ടിക്കൂട്ടി പട്ടിക്കിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞവനാ അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. VS-ൻ്റെ ആ പോരാട്ടം അന്ന് വിജയിച്ചിരുന്നെങ്കിൽ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ മുതലാളിത്ത പാർട്ടിയായി മാറുന്ന അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. അദ്ദേഹം അത് വളരെ വിദൂരത്ത് കണ്ടു, തടയപ്പെടേണ്ടതാണെന്ന് മനസ്സിലാക്കി. ഇപ്പോൾ വാസവൻ എന്താ പറയുന്നത്? അദാനി ഞങ്ങളുടെ പാർട്ട്ണറാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം. അപ്പോൾ അദാനി അവരുടെ പാർട്ട്ണറാകുന്ന മേഖലയിലേക്ക് ഈ പാർട്ടി സഞ്ചരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ പച്ച മനുഷ്യനായ VS അച്യുതാനന്ദൻ അതിനത് എതിർത്തു. ആ എതിർത്തയിൽ ഈ എന്നും എന്താ പറയുക, സൗകര്യം കിട്ടുന്ന ആളുകളെ കൂടെ ആളുണ്ടാവുള്ളൂ. ഇപ്പോഴും ആൾ നടക്കുന്നത് നാട്ടിലങ്ങനെയാണ്. അപ്പോൾ പിണറായിയുടെ കൂടെ കൂടിയാൽ ബിരിയാണി തിന്ന, അച്യുതാനൻ്റെ ഒപ്പം കൂടിയാൽ എന്താണ്? കട്ടൻ ചായയും ഉണക്കമീനും കഞ്ഞിയാണ്. അപ്പോൾ അദ്ദേഹം എന്ത് തീരുമാനിച്ചു? ബിരിയാണി കഴിക്കാൻ. ആ ബിരിയാണി കൂട്ടമാണ് ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ അടിത്തറ വെട്ടിക്കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന പിണറായിയും മരുമോനിസും കുടുംബാധിപത്യം. ഒരു പാർട്ടിയെ ചവിട്ടി താഴ്ത്തി കാൽക്കീഴിലാക്കി പാർട്ടിയുടെ ഉന്നതരായ നേതാക്കന്മാരെ നോക്കുകുത്തിയാക്കുകയാണ്. പാർട്ടിയുടെ സംസ്ഥാന ഓഫീസ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പാർട്ടിയുടെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ലോകത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൽ ഉണ്ടാവില്ല, ആ രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടിയുടെ നേതാവിനെ സാധാരണക്കാരായ സഖാക്കളുടെ കൂടിൽ നോക്കുകുത്തിയാക്കി ഈ പിണറായിയും മരുമോനും കൂടി ആ പാർട്ടി ഓഫീസ് AKG സെൻറ്റർ ഉദ്ഘാടനം ചെയ്തിട്ട് 2 ആഴ്ചയെ കഴിഞ്ഞിട്ടുള്ളൂ. ഈ സഖാക്കൾ ഇത് സഹിക്കുമോ? അതല്ലേ ഞാൻ പറയുന്ന കുടുംബാധിപത്യം. അതിന് എന്നെ കൊല്ലാൻ വന്നിട്ട് കാര്യമുണ്ടോ? ഈ സഖാക്കൾക്ക് വേണ്ടിയാണ് പറഞ്ഞത്. ഞാൻ ഇന്ന് വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച്, സഖാക്കളെക്കുറിച്ച് ഒരക്ഷരം എനിക്കതിരെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടില്ല. പാവപ്പെട്ടവരാ, പ്രിയപ്പെട്ട സഖാക്കളെ എന്ന് പറയാതെ ഞാൻ പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കാറില്ല, അന്നും ഇന്നും. അത് നിലമ്പൂരിലെ ജനങ്ങൾ കാണാതിരിക്കുമോ? അപ്പം 2 പിണറായികൾ, ഒന്ന് മുഖം മൂടി അണഞ്ഞ പിണറായി, ഒന്ന് മുഖം തെളിച്ചു വെച്ച് പിണറായിക്ക് വേണ്ടിയിട്ട് പോരാട്ടം നടത്തുന്ന മറ്റൊരു പിണറായി. സ്വരാജല്ല മത്സരിക്കുന്നത്, പച്ചയായ പിണറായിയാണ് മത്സരിക്കുന്നത്. അതിൻ്റെ നേരെ പിന്നിൽ അതിൻ്റെ നിഴലാണ്. അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിട്ടേ പോവുള്ളൂ. ഇന്നലെ പറഞ്ഞതുപോലെ ഞാൻ അവസാനിപ്പിച്ച് പോകുന്ന പ്രശ്നമില്ല. കാരണം പ്രശ്നങ്ങൾ തീരട്ടെ എന്ന നിലക്കാണ് എൻ്റെ പാർട്ടിയുടെയും എൻ്റെ വിഷമവും എൻ്റെ വികാരവും ഇന്നലെ പറഞ്ഞു പോയത്. ഇന്ന് ഇവിടുന്ന് മാറുന്ന പ്രശ്നമില്ല. നിങ്ങൾക്ക് ന്യായമായ എന്ത് ചോദ്യങ്ങളും ചോദിക്കാം, ആ ചോദ്യത്തിന് ഉത്തരം പറയും.